മൂന്നാംകടവ് ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞു. സ്ത്രീകളും കുട്ടികളും വയോധികരുമടക്കം 1000-ഓളം പേരാണ് യോഗത്തിലെത്തിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മൂന്നാംകടവ് ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി CH കുഞ്ഞമ്പു MLAയുടെയും ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന്റെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗമാണ് അലസിപ്പിരിഞ്ഞത്. മൂന്നാംകടവ് അണക്കെട്ട് വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ യോഗം അവസാനിച്ചതായി MLA പ്രഖ്യാപിച്ചത് നാട്ടുകാരെ പ്രകോപിപ്പിക്കുകയായിരുന്നു. തങ്ങൾക്കും പറയാനുള്ളത് കേൾക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കൂട്ടത്തോടെ MLAയുടെയും കളക്ടറുടെയും സമീപത്തേക്ക് ചെന്നെങ്കിലും അത് ഗൗനിക്കാതെ ഇരുവരും ഹാൾ വിടുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ പുറകെ ചെന്ന് തങ്ങളുടെ പ്രതിഷേധവും അറിയിച്ചു. ചില പ്രാദേശിക നേതാക്കൾ നാട്ടുകാരുമായി തർക്കിക്കാൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ചാക്കൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ചൂളിക്കാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈറ്റിന്റെ തൊട്ട് മുകളിൽ ഒരു 10-400 മീറ്റർ മുകളിലേക്ക് അതിന്റെ ഹൈറ്റ് പരമാവധി കുറച്ചുകൊണ്ട് ആൾക്കാരെ കുടിയൊഴിപ്പിക്കാതെ രീതിയിലേക്കുള്ള ഒരു സമന്വയം വരേണ്ടുന്നൊരു യോഗമാണ്. അതിനകത്ത് കൃത്യമായ ഒരു ആലോചനകളില്ലാതെ ജനങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കാതെ വിശ്വാസത്തിലെടുക്കാതെ പോയത് കൊണ്ട് പൊളിഞ്ഞത് എന്നാണ്. ഒരു കാരണവശാലും ഈ പ്രദേശത്തിനുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരമായി. കാരണം നമുക്കൊരു പ്രദേശത്തെ ഒരു കമ്മിറ്റി അങ്ങനെ ആക്ഷേപിക്കാൻ കഴിയില്ല. ഒരു കുടിവെള്ളത്തിനെതിരല്ല. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പ്രശ്നം വളരെ നല്ല രീതിയിൽ തീർന്നേ. യോഗം അവസാനമായി ഒരു ഏകാധിപത്യ രീതിയിലാണ് സമാപിച്ചത്. കാരണം ജനങ്ങളുടെ ആശങ്ക മുഴുവനും ജനങ്ങൾ രേഖപ്പെടുത്തി. ഒരു പ്രദേശത്ത് അവർ ഇത്രത്തോളം കാലം ജീവിച്ച് ഉണ്ടാക്കിയ സ്വത്തൊക്കെ നശിപ്പിച്ചുകൊണ്ട് പ്രത്യേകം ചില ആൾക്കാർക്ക് വേണ്ടി ഉള്ള ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ കൊണ്ടുപോയതിനോട് തീരെ മെമ്പർ നിലയിൽ തീരെ യോജിപ്പില്ല. കാരണം ജനങ്ങളുടെ ആശങ്കകളൊക്കെ ആയിട്ട് നിർത്തിക്കൊണ്ട് അവിടുത്തെ ആ പ്രദേശത്തെ, ഈ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പോകാനാണ് ഒരു ജനപ്രതി എന്ന തീരുമാനം. കേൾക്കുന്നവർ അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഞാൻ അതിൻ്റെ ചെയർമാനും. ഇന്ന് ഇവിടെ കളക്ടറേറ്റിൽ നിന്ന് മീറ്റിംഗ് വിളിച്ചത് കളക്ടറും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അവർ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെയർമാനാണ്, എന്നെ വേദിയിൽ ഇരുത്തിയിരുന്നു. എനിക്ക് സംസാരിക്കാൻ അവസരം തരാതെ തന്നെ MLA മീറ്റിംഗ് അവസാനിപ്പിച്ച് നിർത്തി പോവുകയായിരുന്നു. എനിക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിന് മുമ്പ് MLA എന്നോട് സംസാരിച്ചിരുന്നു. MLA പറഞ്ഞത്, ഞാൻ പറഞ്ഞു സർവേ ചെയ്യാൻ സമ്മതിക്കില്ല, സർവേ ചെയ്യാൻ സമ്മതിക്കില്ല, അത് ജനങ്ങളെതിരാണ്, അവരുടെ സമ്മതിക്കില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്ന സർവേ തന്നെ 40-45 മീറ്റർ ചെയ്തിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ സർവേ ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൂടാതെ ഇത് മൂന്നാംകടവ് അണക്കെട്ട് പദ്ധതി എന്നാണ് പറയുന്നത്. ശരിക്കും ആറാട്ടുകടവിലാണ്. ആറാട്ടുകടവിലും ഈ അണക്കെട്ട് പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെക്ക് ഡാമുകൾ പണിയണം. പ്രാദേശിക ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ടാണ് പിന്നീട് രംഗം ശാന്തമാക്കിയത്. സ്ത്രീകളും കുട്ടികളും വയോധികരുമടക്കം 1000-ഓളം പേർ യോഗത്തിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിയ.